കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുവാണ്. വിഷു ആയത് കാരണം ചേട്ടായിക്ക് ലീവായിരുന്നു. ഇന്ന് ഞങ്ങൾ പോത്തുണ്ടി ഡാമാണ് കാണാൻ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നു പാസ് എടുത്തു, ഉള്ളിലേക്ക് പ്രവേശിച്ചു. നമ്മൾ പാസ് എടുത്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ കാണുന്നതാണിത്. നല്ല രസമാണ്, നല്ല മനോഹരമാണ്, നല്ല പ്രകൃതി ഭംഗിയാണ്, ആസ്വദിക്കാൻ പറ്റിയ പ്രദേശം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഗാർഡനിലൂടെ ഉള്ളിലേക്ക് കിടന്നു. ഇവിടെ കുറേ കടലാസ് റോസുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല കാറ്റാണ്, നമുക്ക് ഈ ചൂട് സമയത്ത് ആസ്വദിക്കാൻ പറ്റിയ നല്ല കാറ്റാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ചെറിയ കുളം കണ്ടു. അവിടെയും പോയി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എടുത്തു. ഇവിടെ ഒരു ചെക്കന് കുളമാണോ മീനെയാണോ ആസ്വദിക്കുന്നതെന്ന് അറിയില്ല, ഇവിടെ നിന്ന് ആസ്വദിച്ച് നിൽപ്പുണ്ട്. ഈ കുളത്തിനകത്ത് വലിയ മീനുണ്ട്, വലിയ മീനുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. കല്യാണത്തിന് ശേഷം കോട്ടയം മുതൽ തമിഴ്നാട് വരെയുള്ള മിക്ക സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു. തൃശ്ശൂരിൽ ഞാൻ കാണാൻ വേറെ സ്ഥലങ്ങളില്ല, എല്ലാ സ്ഥലങ്ങളും എന്നെ കൊണ്ട് കാണിച്ചു. ഇവിടെ പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ പാർക്കൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ ഒരു ഇല്ലിക്കൂട്ടം കണ്ടു. അവിടെ നിന്ന് ഞാൻ വീഡിയോസ് എടുക്കുവാണ്. ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടുകൊണ്ട് ചുള്ളം മാറി നിന്ന് എൻ്റെ വീഡിയോസ് എടുക്കുവാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ ഒരു ഇല്ലിയുടെ ചുവട്ടിൽ ഒരു കസേര ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിരുന്ന് വിശ്രമിച്ചു, ഫോട്ടോയൊക്കെ എടുത്തു. ഇനി നമുക്ക് ഡാമിൻ്റെ അവിടെ കയറി ചെല്ലണം സ്റ്റെപ്പ് വഴി. എൻ്റെ കാലിന് ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് പെയ്യെ നടന്ന് ഞങ്ങൾ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ല കാണാനായിട്ട്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ, അതിമനോഹരം, ഗംഭീരം എന്ന് പറയാം അല്ലേ. മഴക്കാലമാകുമ്പോൾ ഇത് ഫുള്ള് നിറയുമായിരിക്കും, നമുക്കറിയില്ലല്ലോ. കോട്ടയത്തുള്ളവർ ഇതൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലാത്തവർ വന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് സുഖം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. അപ്പം നിങ്ങളും യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ യാത്ര ചെയ്യുക. കണ്ടോ, താഴോട്ട് നോക്കുക, കുട്ടികളുടെ പാർക്കൊക്കെയാണ് കാണുന്നത്. കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ വർഷത്തെ വിഷു ഞങ്ങൾ പോത്തുണ്ടി ഡാം വന്ന് കണ്ടു, ആസ്വദിച്ചു. ഇതാണ് പോത്തുണ്ടി ഡാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക, യാത്ര ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നെൻ്റെ വീഡിയോ.